ഉമേഷ്, ആ കുട്ടിയെ കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഏറ്റവും ആശ്വാസം നിറഞ്ഞ വാർത്ത ഈ മിനിറ്റിൽ നമ്മളെ തേടിയെത്തുന്നു. അതെ മനു, അല്പം മുമ്പ് പോലീസും അക്കാര്യം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. പോലീസുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ കുട്ടി തന്നെയാണ്. അവർ പോലീസും കുട്ടിയുടെ രക്ഷിതാവും ഉൾപ്പെടെ അവിടേക്ക് എത്താറായി എന്നുള്ളതാണ് അറിയിച്ചത്. കുട്ടിയുടെ ഫോട്ടോ കണ്ട ചിലരാണ് ഇങ്ങനെ ഈ കുട്ടിയെ ഇതാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് വിളിച്ചു പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി തന്നെയാണ് എന്നുള്ളത് പിതാവും ഉറപ്പിച്ചു. ഇപ്പോൾ പോലീസും ഉറപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ തൊടുപുഴയിലേക്ക് എത്തും. തൊടുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് കുട്ടിയെ കണ്ടത് എന്നാണ് പറയുന്നത്. അതിനുശേഷം അതായത് കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയോ പോലീസ്? ആദ്യം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും ആ കുട്ടിയെ കൊണ്ടുപോവുക. ഇവിടെ നിന്നുള്ള പോലീസ് എത്തിയ ശേഷം തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം അധികം വൈകാതെ തന്നെ കുട്ടിയെ നേരെ എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. എളമക്കര പോലീസിലാണ് ഈ പരാതി നൽകിയിരുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു മിസ്സിംഗ് കേസാണ്. അതിനുശേഷമായിരിക്കുമല്ലേ വീട്ടുകാരുടെ കൂടെ വിടുകയുള്ളൂ അല്ലേ? അതെ, വൈദ്യപരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികളും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കുട്ടിയെ രക്ഷിതാക്കളുടെ കൂടെ വിടുക. ഏതായാലും ഒരു രാത്രി മുഴുവൻ നീണ്ട ആശങ്കയ്ക്ക് അവസാനമാവുകയാണ്. ഇന്നലെ തന്നെ ഈ കുട്ടി മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോയതായുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. രാത്രി വൈകിയൊക്കെ ഇടപ്പള്ളി ഭാഗത്താണ് പരിശോധന നടത്തിയതെങ്കിലും പിന്നീട് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് അവരെല്ലാം പോയി. അവിടെ നിന്നാണ് വ്യാപകമായി കുട്ടിയുടെ ഫോട്ടോ ആ ഭാഗത്തൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചപ്പോഴാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഈ കുട്ടി നിൽക്കുന്നതായുള്ള സംശയം തോന്നുകയും അങ്ങനെ ആ കുട്ടിയെ കണ്ട ഒരാൾ അവിടെ നിന്ന് ഈ കുട്ടിയുടെ രക്ഷിതാവിന്റെ ഫോണിലേക്കും പോലീസിനും ഒക്കെ വിളിച്ച് വിവരം പറഞ്ഞത്. പിന്നീട് അവർ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ തന്നെ ഇത് ഈ കുട്ടിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. പോലീസും അക്കാര്യം ഉറപ്പിച്ചു. ഇനി കുട്ടിയെ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. പിന്നീട് വൈദ്യപരിശോധനയും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം കുട്ടിയെ രക്ഷിതാക്കളുടെ കൂടെ വിടും. ഉമേഷ്, വാർത്ത കേൾക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. കാരണം ഒരു രാത്രി മുഴുവൻ ആ കുടുംബം അനുഭവിച്ച വിഷമതകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എത്രമാത്രം തീതിന്നിരിക്കാം ആ കുടുംബം അല്ലേ? അതെ മനു, ഇന്നലെ വലിയ വിഷമത്തിൽ തന്നെയായിരുന്നു അവരെല്ലാം ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ ആരോടും പറയാതെ പോകുന്ന ഒരു സ്വഭാവക്കാരനല്ല കുട്ടി എന്നാണ് രക്ഷിതാവ് പറഞ്ഞത്. എന്തിന് ഇങ്ങനെ അവൻ പോയി എന്നുള്ള കാര്യം എല്ലാവർക്കും അത് അറിയാത്തൊരു കാര്യമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു എങ്ങനെ ആരോടും പറയാതെ പോയത് എന്തിന് എന്നുള്ള കാര്യത്തിന് അവർക്ക് ആർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണ് കുട്ടിയെ കാണാതായതായി അവർ മനസ്സിലാക്കേണ്ടത്? ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ കുട്ടി കാണാതെ പോയിരിക്കുന്നു എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുന്നത്. കാരണം രാവിലെ ആ കുട്ടിക്കൊരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ കുട്ടി പഠിക്കുന്ന ഇടപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിൽ ഒരു റീടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റിന് കുട്ടിയെ കൊണ്ടുവിട്ടത് കുട്ടിയുടെ പിതാവ് തന്നെയാണ്. 8:50 അവിടെ സ്കൂളിൽ എത്തി എന്നുള്ളതാണ് പിതാവ് പറഞ്ഞത്. 9 മണിക്ക് മുൻപ് തന്നെ അവിടെ എത്തി. അതിനുശേഷം വളരെ വേഗം തന്നെ ആ ടെസ്റ്റ് പൂർത്തിയാക്കി 9:30-ക്ക് ശേഷം ആ കുട്ടി അവിടെ നിന്ന് പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ 9:30-ക്ക് ആ കുട്ടി പോയത് രക്ഷിതാക്കൾക്ക് ആ ഘട്ടത്തിൽ അറിയില്ല. സാധാരണഗതിയിൽ ഉച്ചയോടെയൊക്കെയാണ് കുട്ടി മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം കുട്ടിയെ കാണുന്നില്ല. ആദ്യം സ്കൂളിലാണ് വിളിച്ചന്വേഷിച്ചത്. സ്കൂളിൽ വിളിച്ചന്വേഷിച്ചപ്പോൾ 9:30-ക്ക് ആ പരീക്ഷ കഴിഞ്ഞ് കുട്ടി പോയി എന്നുള്ള കാര്യം സ്കൂൾ അധികൃതർ പറയുന്നു. അപ്പോൾ പിന്നെ എവിടെ പോയി എന്നുള്ളത് രക്ഷിതാക്കൾ അന്വേഷിച്ചു. കുട്ടിയുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു. ഒപ്പം കുട്ടി പോകാനുള്ള ബന്ധുക്കളുടെ വീട്ടിലും ചോദിച്ചു. തിരുവനന്തപുരത്ത് വരെ ഇവർക്ക് ബന്ധുക്കളുണ്ട്, അവിടെ വരെ ഇവർ അന്വേഷിച്ചു. ഉച്ചയ്ക്ക് ശേഷവും ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല. അതേ തുടർന്നാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എളമക്കര പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി നൽകുന്നത്. ഒരു പക്ഷെ 2 മണിക്ക് ശേഷമാണ് ആ പരാതി നൽകിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ 2 മണിക്ക് ശേഷം ആ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് രംഗത്തിറങ്ങി. ശേഖരിക്കാവുന്ന CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു. ആദ്യം സ്കൂളിൽ തന്നെയാണ് പോലീസ് അന്വേഷിച്ചത്. സ്കൂളിൽ 9:30-ക്ക് ശേഷം ആ സ്കൂളിൽ നിന്ന് കുട്ടി പോയി എന്നുള്ള കാര്യം സ്കൂൾ അധികൃതർ പറഞ്ഞു. സ്കൂളിൽ നിന്നുള്ള തന്നെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അപ്പോൾ ആ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. 9:30-ക്ക് ശേഷം ഇന്നലെ രാവിലെ 9:30-ക്ക് ശേഷം സ്കൂളിൽ നിന്ന് കുട്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. പിന്നീട് ഈ പരിസരത്തൊക്കെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചപ്പോൾ ഇടപ്പള്ളി ലുലു മാളിന്റെ മുൻപിലൂടെയൊക്കെ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു. അപ്പോഴും എങ്ങോട്ടാണ് ഈ കുട്ടി പോയത്, ബസ്സിൽ കയറിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും പോലീസിന് ഒരു വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് ഈ സ്വകാര്യ ബസ്സിലടക്കം പോലീസ് വിവരം നൽകിയിരുന്നു. ഇങ്ങനെ സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യം പറയണം എന്ന് സ്വകാര്യ ബസ് ഉടമകളോടും ഒക്കെ അറിയിച്ചിരുന്നു. ബസ് ജീവനക്കാരോടൊക്കെ അറിയിച്ചിരുന്നു. അവർ അവരുടെ CCTV ദൃശ്യങ്ങൾ പരമാവധി അവരും പരിശോധിച്ചു. സംശയമുള്ളത് പോലീസ് അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അയച്ച കൂട്ടത്തിൽ ഈ കുട്ടി വാഴക്കാല ഭാഗത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോയിട്ടുണ്ടോ, അങ്ങനെ ഒരു കുട്ടി ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള സംശയം ചില ബസ്സുകാരും പ്രകടിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് ഈ അവിടെ ആ ഭാഗത്തേക്ക് പോയത്. അവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് പിന്നീട് തൊടുപുഴ ഭാഗത്തൊക്കെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ കുട്ടിയുടെ ഫോട്ടോ സഹിതം
പിതാവിന്റെ നമ്പർ സഹിതം പ്രചരിപ്പിച്ചു. ഇങ്ങനെ ഒരു കുട്ടിയെ കാണുകയാണെങ്കിൽ അറിയിക്കണം എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു. ആ ഫോട്ടോ കണ്ടിട്ട് തിരിച്ചറിഞ്ഞിട്ടാകണം തൊടുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നൊരാൾ ഈ കുട്ടിയുടെ പിതാവിനെയും പോലീസിനെയും ഒക്കെ ഫോൺ ചെയ്ത് പറയുകയായിരുന്നു, ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉള്ളതായുള്ള സംശയമുണ്ട് എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെയൊക്കെയായി നടത്തിയ അന്വേഷണത്തിൽ അത് ഇവിടെ എടപ്പള്ളിയിൽ നിന്ന് കാണാതെ പോയ ആ 13 വയസ്സുകാരൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. പോലീസും ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ കുട്ടിയെ അവരെല്ലാം നേരിൽ കാണും. അതിനുശേഷം തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നീട് നേരെ ഇളമക്കര സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും.